ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും പണ്ടെങ്ങോ സംഭവിച്ച ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറേണ്ട രക്ഷാകര അനുഭവമാണ്. വിശുദ്ധ പൗലോസ് പറയുന്നു, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പെസഹ രഹസ്യത്തിൻ്റെ ഏറ്റവും വ്യക്തിപരമായ ഈ വശത്തെക്കുറിച്ച് സാമുവേൽ മാർ ഐറനേസ് പിതാവ് വചനം വ്യാഖ്യാനിച്ച് നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു നമ്മെ വിളിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. തൻ്റെ പരസ്യ ജീവിതകാലത്ത് താൻ കണ്ടുമുട്ടിയവരോട് ആവശ്യപ്പെട്ടത് തന്നെ അനുഗമിക്കാനാണ്. കുരിശുമെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുവാനാണ്. തന്നിലേക്ക് വിളിച്ചു ചേർത്ത ശിഷ്യന്മാരെ യേശു പരിശീലിപ്പിച്ചു. തന്നോടൊപ്പം കൊണ്ടു നടന്ന് അവരോടൊപ്പം ജീവിതം പങ്കുവെച്ച് തൻ്റെ ജീവിതത്തിലൂടെ അവരിലേക്ക് എല്ലാ അനുഭവങ്ങളും പകർന്നു കൊടുത്തു. അവസാനം അവരോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാനാണ്. അപ്പോൾ അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ പോകുക, എന്നോടൊപ്പം പരിശീലനം പൂർത്തിയാക്കിയ നിങ്ങൾ ഇനിയും യാത്രയാവണം. മറ്റനേകരെ, ലോകം മുഴുവനെയും തന്നിലേക്ക് ആകർഷിക്കാൻ, അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു 16 മുതലുള്ള വാക്യങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലായിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവീൻ. അപ്പോൾ ശിഷ്യപ്പെടുത്തുവാനാണ് അപ്പോസ്തലന്മാരായി അയക്കപ്പെടുന്ന ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുന്നത്. അവര് പഠിപ്പിക്കണം, അവരെ പരിശീലിപ്പിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് ജീവിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ആഘോഷിക്കുവാൻ അവരെ പഠിപ്പിക്കണം. അപ്പോൾ ശിഷ്യന്മാരാക്കാനാണ് യഥാർത്ഥത്തിൽ ഓരോ അപ്പോസ്തലൻ്റെയും ഉത്തരവാദിത്വം നൽകപ്പെട്ടിരിക്കുന്നത്. വചനം അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് സ്നാനം നൽകുക എന്നുള്ളത് മാത്രമല്ല, അവരെ ശിഷ്യത്വത്തിലെത്തിക്കുന്നത് വരെയും ഒരു അപ്പോസ്തലൻ്റെ ദൗത്യം അവസാനിക്കുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ
മാമോദീസായിലൂടെ നാം ഒക്കെ വിശ്വാസത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നുണ്ട്. അത് വിത്തിൻ്റെ അവസ്ഥയിലുള്ള കൃപയാണ്. ആ ഒരവസ്ഥയിൽ രക്ഷ പ്രാപിക്കുവാൻ മാമോദീസായിലൂടെ ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ ഈ അഭിഷേകം മതിയാവും. എന്നാൽ പ്രായമാകുന്നതനുസരിച്ച് വിശ്വാസത്തിൽ വളരണം. ആ വിശ്വാസത്തിൽ വളർന്ന് യേശുക്രിസ്തുവുമായി താതാത്മ്യപ്പെടുന്ന, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ഒരനുഭവത്തിലെത്തണം. വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് ഓരോ വിശ്വാസിയും കടന്നു പോകേണ്ടത്, ഓരോ വിശ്വാസിയെയും നയിക്കേണ്ടത്. അപ്പസ്തോലിക ദൗത്യം നിറവേറ്റാനുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രക്രിയയിലൂടെ ഒരു വ്യക്തിയെ നയിച്ച് ശിഷ്യത്വത്തിലെത്തിക്കുക എന്നുള്ളതാണ്, ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതാണ് നിറവേറ്റാനുള്ള ആ ഉത്തരവാദിത്വം. ഞാൻ സൂചിപ്പിച്ചു, മാമോദീസായിലൂടെ ലഭിക്കുന്നത് വിത്തിൻ്റെ അവസ്ഥയിൽ ദാനമായി ലഭിക്കുന്ന കൃപയാണ്. ആ കൃപ അനുകരണത്തിലൂടെ മുളപൊട്ടണം, അത് വിരിയണം, അത് വളരണം, അത് പുഷ്പിക്കണം, അത് ഫലങ്ങൾ പുറപ്പെടുവിക്കണം. എങ്ങനെയാണ് ഇത് കുതിരുന്നതും മുളപൊട്ടുന്നതും? നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ ജീവിതത്തോട്, വിശ്വാസ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. അവരോടൊപ്പം പ്രാർത്ഥിച്ച്, അവരോടൊപ്പം വചനം വായിച്ച്, അവരോടൊപ്പം ദേവാലയത്തിൽ പോയി ശുശ്രൂഷകളിൽ പങ്കെടുത്ത് വിശ്വാസത്തിൻ്റെ ഈ പരിശീലന പ്രക്രിയയിൽ ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വിശ്വാസിയും യഥാർത്ഥത്തിൽ പരിശീലനം നേടുകയാണ്. അനുകരണത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ അത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയല്ല, അത് പ്രായവുമായി ബന്ധപ്പെട്ടതല്ല. ചിലപ്പോൾ യുവത്വത്തിലെത്തിയ ഒരു വ്യക്തിയും അനുകരണത്തിൻ്റെ തലത്തിൽ നിൽക്കുകയാവാം. മറ്റുള്ളവർ കാണിക്കുന്നത് പോലെയൊക്കെ കാണിക്കും. വിശ്വാസത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയിട്ടില്ല. രക്ഷയ്ക്കാവശ്യമാകുന്ന വിശ്വാസമല്ല അത് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അവിടെ നിന്നും നാം വളരണം, നാം മറ്റുള്ളവരെ വളർത്തണം. അങ്ങനെയാണ് ഒരു സമൂഹാത്മകമായ വിശ്വാസത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. കുടുംബത്തോട് ചേർന്ന്, ഇടവക സമൂഹത്തോട് ചേർന്ന്, മറ്റുള്ളവരോട് ചേർന്ന്, സഭയോട് ചേർന്ന് സമൂഹാത്മകമായ ഒരു കമ്മ്യൂണിറ്റി ഫെയ്ത്തിൽ നാം ഭാഗഭാക്കാവുന്നു. ആഘോഷ പരിപാടികളിൽ നാം പങ്കെടുക്കും, കൺവെൻഷനുകളിൽ നാം പങ്കെടുക്കും, പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ചിലപ്പോൾ ആരാധനയിൽ തന്നെ ശുശ്രൂഷകരാകാനോ നേതൃത്വം നൽകാനോ നാം തയ്യാറായി എന്ന് വരാം. പക്ഷെ അതുകൊണ്ടൊന്നും വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്ന് ഉറപ്പില്ല. വിശ്വാസി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന അനുഭവത്തിലെത്തണം. ഡീപ്പ് പേഴ്സണൽ ഫെയ്ത്ത്, വ്യക്തിപരവും ആഴവുമായ ഒരനുഭവത്തിലേക്ക്, വ്യക്തി അനുഭവത്തിലേക്ക് കടന്നു വരാനിടയായിത്തീരണം. അവിടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ച നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. വിശ്വാസം കുറേ പ്രമാണങ്ങളിൽ, കുറേ ആശയങ്ങളിൽ നാം ഏറ്റുപറയുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. യേശുക്രിസ്തു എന്ന വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. ആ വ്യക്തിയുമായി ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നു. ആ ബന്ധത്തിനാണ് യഥാർത്ഥത്തിൽ മൗലിക ബന്ധം എന്ന് വിളിക്കുന്നത്. ഒരു ബന്ധം മൗലിക ബന്ധമായി തീരുന്നത് ആരുമായി നാം ബന്ധപ്പെടുന്നുവോ ആ ബന്ധത്തിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുന്നു. കാഴ്ചപ്പാടുകളിൽ സമൂലമായ മാറ്റം വരുന്നു. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നു. ജീവിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിൽ, മറ്റുള്ളവരെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ, ഭാവിയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, തലമുറകളെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, സഹിക്കുന്നവരോടുള്ള ആ ഒരു സമീപനത്തിൽ എല്ലാം സമൂലമായ ഒരു മാറ്റം സംഭവിക്കുന്നു.
സാവൂൾ എങ്ങനെയാണ് പൗലോസായത് നമുക്കറിയാം. ഈ ഒരു കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. സാവൂൾ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതാണ്. യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ അനുയായികളെ പീഡിപ്പിച്ചിരുന്നവനാണ്. അതിനുവേണ്ടി പ്രത്യേക അനുവാദവും വാങ്ങിക്കൊണ്ടാണ് അവൻ ഡമാസ്കസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് അവിടെയുള്ള ക്രിസ്ത്യാനികളെയും ബന്ധിച്ച് കൊണ്ടുവന്ന് അവരെയും പീഡിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് യേശു അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഒരർത്ഥത്തിൽ അവനെ അടിച്ചു വീഴ്ത്തി എന്ന് വരാം. അവൻ കുതിരപ്പുറത്താണ്, അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ട്, അവൻ പടച്ചട്ട അണിഞ്ഞിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. പക്ഷേ യേശുക്രിസ്തു ആ ഒരവസ്ഥയിൽ അവനെ സ്പർശിച്ചു. അവൻ നിലം പറ്റ വീണുകിടന്നു. ആ വീഴ്ചയിലൂടെയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അവൻ കണ്ടുമുട്ടിയത്. യേശുക്രിസ്തുവിൻ്റെ സ്വരം ആദ്യമായി സാവൂള് ശ്രവിക്കുന്നത്. യേശു അവനോട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാണ്. നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നാൽ ക്രിസ്തുവിനെ പീഡിപ്പിക്കുകയാണ് എന്നുള്ള പാഠം അവൻ ഉൾക്കൊണ്ടു. ആ സ്പർശനം യേശുക്രിസ്തുവിൻ്റെ സ്പർശനമായി അവൻ തിരിച്ചറിഞ്ഞു. ആ സ്വരം യേശുക്രിസ്തുവിൻ്റെ സ്വരമായി അവൻ തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ്റെ ബാഹ്യമായ കണ്ണുകൾ അന്ധമായി തീർന്നു. അവൻ നഗരത്തിലേക്ക് നയിക്കപ്പെട്ടു. 3 ദിവസം അവനൊന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തില്ല. അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. തന്നെ സ്പർശിച്ചവൻ്റെ മുഖം അടഞ്ഞ കൺപോളകൾക്കുള്ളിൽ കണ്ടുകൊണ്ട്, അവൻ്റെ സ്വരം അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവയെപ്പറ്റി അവൻ ആഴമായ ധ്യാനാനുഭവത്തിൽ അവൻ കഴിഞ്ഞ 3 ദിനങ്ങളായിരുന്നു. അതവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും അവൻ്റെ അന്ധതയ്ക്ക് കാരണമായ, അവൻ്റെ കാഴ്ചപ്പാടുകളെ വികലമാക്കിയിരുന്ന ആ പോള പോലെ തടസ്സമായി നിന്നിരുന്നതെല്ലാം അവിടെ അടർന്നു വീണു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഴമായ ഒരനുഭവത്തിലേക്ക്, യേശു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിലൂടെ ഈ ഒരു മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം, കാഴ്ചപ്പാടുകളിലുള്ള മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. തന്നെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് മാറി, ക്രിസ്ത്യാനികളെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറി, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറി. അവൻ്റെ ജീവിതത്തെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് അവൻ കടന്നു വന്നു. അവൻ വ്യത്യസ്തനായി തീർന്നു. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അവൻ വ്യത്യസ്തനായി തീർന്നു. പിന്നീട് യേശുക്രിസ്തുവിന് വേണ്ടി പോരാടാൻ അവൻ തയ്യാറായി. യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിനോടൊപ്പം സഹിക്കുകയാണ് തൻ്റെ അവകാശം, തൻ്റെ ഭാഗ്യം, തൻ്റെ ഉത്തരവാദിത്വം എന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കാൻ അവൻ തയ്യാറായി. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ ദൈവം, യേശുക്രിസ്തു വ്യക്തിപരമായി ഇടപെടുന്ന മുഹൂർത്തങ്ങളുണ്ട്. ചിലപ്പോൾ ധ്യാനാവസരത്തിലാവാം, ചിലപ്പോൾ രോഗത്തിൻ്റെ അവസരത്തിലാവാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളാവാം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുന്നതിലൂടെയാവാം, ചിലപ്പോൾ കഷ്ടനഷ്ടങ്ങളും കടബാധ്യതകളും ഉണ്ടാകുന്നതിലൂടെയാവാം. എല്ലാവർക്കും ഒരേ മാർഗമല്ല. ഒന്ന് പ്രധാനമാണ്, യേശുക്രിസ്തു നിന്നെ സ്പർശിക്കാനിടയാകുന്നുണ്ടോ? എങ്ങനെ സ്പർശിച്ചു എന്നുള്ളത് അപ്രധാനമാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നീ വ്യത്യസ്തനായിത്തീരും. തുടർന്ന് അങ്ങനെയുള്ളവരാണ് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കൽ തുന്നത്. അങ്ങനെയുള്ളവരാണ് യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ പാദത്തിങ്കൽ ഇരുന്ന് ശിഷ്യത്വത്തിൽ വളരുന്നത് എന്ന്. അങ്ങനെയാണ് അനുകരണത്തിൻ്റെ തലം വിട്ട് സമൂഹാത്മകമായ വിശ്വാസത്തിലൂടെ കടന്ന് വ്യക്തിപരവും ആഴവുമായ ഒരു കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലൂടെ ശിഷ്യത്വത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആവശ്യപ്പെടുന്നത് നാം ഓരോരുത്തരും ഈ ശിഷ്യത്വത്തിൽ എത്തണം എന്നുള്ളതാണ്. നാം മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് വഴി നടത്തണം എന്നുള്ളതാണ്. ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കലിരിക്കും. ആ ഗുരുമുഖത്തു നിന്നും പഠിക്കും.
യേശു ക്രിസ്തുവിനെ പഠിച്ച് യേശുവിനോടൊപ്പം ജീവിതം നയിച്ച് അവൻ്റെ ജീവിതത്തിൽ ഉൾക്കാഴ്ചകൾ അവൻ ഉൾക്കൊള്ളും. സാവകാശം അവൻ വളർന്ന് ശിഷ്യത്വത്തിൽ വളർന്ന് ഗുരുവുമായുള്ള താതാത്മ്യപ്പെടലെത്തുമ്പോൾ അവൻ അപ്പോസ്തലനാകാനുള്ള, സാക്ഷിയാവാനുള്ള യോഗ്യതയായി. അതാണ് ഇവിടെ യേശു ക്രിസ്തു ആവശ്യപ്പെടുന്നത്, ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തണം എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം ഇതാണ്. നാം കണ്ടുമുട്ടുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരാക്കി തീർക്കുക. അതിലൂടെ അവരുടെ ജീവിതത്തിൽ ആകമാനം മാറ്റമുണ്ടാവും. അപ്പോൾ ശിഷ്യന്മാരാരാണ്? യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിൽ വളരുക എന്നതിൻ്റെ അർത്ഥം, ശിഷ്യത്വത്തിൽ എത്തിച്ചേരുക എന്നതിൻ്റെ അർത്ഥം മുഴുഹൃദയത്തോടെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. മുഴുഹൃദയത്തോടെ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വചനം, 26, 27 വചനങ്ങൾ നാം വായിക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. മുഴുഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ പിൻചെല്ലാൻ തയ്യാറാകുക. അവിടെ വിഭജിക്കപ്പെട്ട ഹൃദയം ശിഷ്യത്വത്തിന് തടസ്സമാണ്. അവർക്ക് ശിഷ്യരായിരിക്കുക സാധ്യമല്ല. തുടർന്ന് പറയുന്നുണ്ട്, തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. അപ്പോൾ മുഴുഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കണം. എല്ലാം തന്നെ ബന്ധിച്ചിടുന്ന, ഈ ലോകത്തോട് ബന്ധിച്ചിടുന്ന, യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് സ്വന്തം കുരിശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യനായി തീരുക. രണ്ടാമതായി ആവശ്യപ്പെടുന്നത് നിലനിൽക്കുക, വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. വചനത്തിൽ നിലനിൽക്കണം. താൽക്കാലികമായി വചനം സ്വീകരിച്ച് കടന്നുപോകുക എന്നുള്ളതല്ല, വചനത്തിൽ നിലനിൽക്കുക എന്ന. അതുകൊണ്ടാണ് നിലനിൽപ്പിൻ്റെ വരത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. യേശുക്രിസ്തു അരുളി ചെയ്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. സത്യമറിയാനുള്ള മാർഗം യേശുക്രിസ്തുവിൻ്റെ വചനമറിയുക എന്നുള്ളതാണ്. അപ്പോൾ വിഭജിതമല്ലാത്ത ഹൃദയത്തോടെ, മുഴുഹൃദയത്തോടെ യേശുവിനെ അനുഗമിക്കുക, കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക, വചനത്തിൽ നിലനിൽക്കുക ശിഷ്യത്വത്തിൻ്റെ യോഗ്യതകളാണ്. മൂന്നാമതായി നമുക്ക് പറയാൻ സാധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ നിലനിൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 34-ാമത്തെ വചനത്തിൽ, ഞാൻ പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവീൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സ്നേഹം ക്രിസ്തു ശിഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. സഹോദരങ്ങളെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക ക്രിസ്തു ശിഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. അപ്പോൾ സ്വാഭാവികമായും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ സഹോദരനിലേക്ക് അവൻ മുഖം തിരിക്കും. സഹോദരനിൽ യേശുവിനെ
കണ്ടുമുട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരൻ്റെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയായി അവന് അനുഭവപ്പെടുകയും ചെയ്യും. ശിഷ്യത്വത്തിൽ വളർന്ന് സാക്ഷികളാവാൻ അതാവശ്യമാണ് എന്നുള്ളത് നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ശിഷ്യത്വത്തിൽ വളരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം 15-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വചനം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാണ്. അതിലൂടെ പിതാവ് മഹത്വപ്പെടുത്തപ്പെടാനിടയായിത്തീരുന്നു. അപ്പോൾ ക്രിസ്തു ശിഷ്യൻ തൻ്റെ മഹത്വമല്ല തേടുന്നത്, മറിച്ച് അതിലൂടെ പിതാവ് മഹത്വപ്പെടുത്തപ്പെടാൻ ഇടയായിത്തീരുന്നു എന്ന്. അതുകൊണ്ടാണ് നിരന്തരം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം. യഥാർത്ഥത്തിൽ ഈ ഫലം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നാം ഓർമ്മിക്കുക, ശിഷ്യത്വത്തിൽ വളരുന്നവരാരായിത്തീരും, ഫലം പുറപ്പെടുവിക്കുന്നവരാരായിത്തീരും, വചനത്തിൽ നിലനിൽക്കുന്നവരാരായിത്തീരും. ഈ സ്നേഹത്തിൽ വളർന്ന് 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 മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നവർ ആരായിത്തീരും? അവർ സാക്ഷികളായിത്തീരും, അവർ അപ്പോസ്തലന്മാരായിത്തീരും. യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള സാക്ഷികളായി തീരാനുള്ള യോഗ്യത ശിഷ്യത്വത്തിലുള്ള വളർച്ചയാണ്. ഗുരുമുഖത്തു നിന്നും പഠിച്ചു 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 പഠിച്ച് ഗുരുവിനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഗുരു ഹൃദയത്തോട് ചേർന്നിരുന്ന് ആ വ്യക്തിയുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായി തീരുന്നത്. അപ്പോൾ നമ്മൾ പറയും അപ്പോസ്റ്റൽസ് ഫെയ്ത്ത് എന്ന് പറയും. അവരയക്കപ്പെടാൻ അർഹരാണ്. ഞാനും നിങ്ങളും അയക്കപ്പെടാൻ അർഹരായിത്തീരുന്നത് എപ്പോഴാണ്? ശിഷ്യത്വത്തിൽ വളരുമ്പോഴാണ്. സാക്ഷ്യം നൽകാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ബലപ്പെടുത്തുമ്പോഴാണ് എന്ന് നാം ഓർമ്മിക്കണം. ഈ അപ്പോസ്തലന്മാരെല്ലാം രക്തസാക്ഷികളായി തീർന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിലേക്കുള്ള വിളി, ശിഷ്യത്വത്തിലേക്കുള്ള വിളി, അപ്പസ്തോലിക ദൗത്യത്തിലേക്കുള്ള വിളി പൂർണ്ണമായി തീരുന്നത് രക്തസാക്ഷിത്വത്തിലാണ്. രക്തം കൊണ്ടുള്ള സാക്ഷ്യം, ജീവൻ കൊണ്ടുള്ള സാക്ഷ്യം, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിത്വം അവകാശമായി തീരുന്നു എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. അനുകരണത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് വളരുക. കൊച്ചുകുട്ടിയുടെ വിശ്വാസം അതാണ്, കൊച്ചുകുട്ടിയുടെ വിശ്വാസത്തിൻ്റെ തലം അതാണ്. തലത്തിൽ നിന്നും അനുകരണത്തിൻ്റെ ആ ഒരു പരിമിതികളിലൂടെ കടന്ന് സമൂഹാത്മകമായ വിശ്വാസത്തിലെത്തി വ്യക്തിപരവും ആഴവുമായ ഒരു കണ്ടുമുട്ടലിൻ്റെ തലത്തിലെത്തി ക്രിസ്തു ശിഷ്യത്വത്തിൽ എത്തിച്ചേരുന്ന ഒരു വിശ്വാസി അപ്പോസ്തോലികത്വത്തിലേക്ക് മറ്റുള്ളവരിൽ യേശുക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിതം വ്യയം ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നത് രക്തസാക്ഷിത്വത്തിലാണ് നമുക്ക് ഓർമ്മിക്കാം. ഉദ്ധിതനായ യേശു നമ്മെ ക്ഷണിക്കുന്നത് ഈ രക്തസാക്ഷിത്വത്തിലേക്കാണ്. ഉദ്ധിതനായ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നത് സാക്ഷികളായി തീരാനാണ് എന്ന്, മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാനാണ് എന്നുള്ളത് നാം ഓർമ്മിക്കണം. ഉദ്ധിതനായ യേശു നമുക്ക് നൽകുന്ന രണ്ടടയാളങ്ങളുണ്ട്. ഒന്ന് അവിടുത്തെ തിരുമുറിവുകളാണ്. വെള്ളിയാഴ്ച നാം കാണുന്ന, ദുഃഖവെള്ളിയാഴ്ച നാം കാണുന്ന, നമ്മെ നൊമ്പരപ്പെടുത്തുന്ന, നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ മുറിവുകൾ ഞായറാഴ്ച മഹത്വത്തിൻ്റെ
ഉറവിടങ്ങളായി, നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളായി മാറുന്നു എന്ന്. ക്രിസ്തുവിൻ്റെ മുദ്ര അതാണ്. ഉദ്ധിതനായ യേശുവിൻ്റെ മുദ്ര അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ മഹത്വീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിനോട് ചേർന്ന് പീഡയേറ്റ് അവയെല്ലാം രക്ഷണീയമാക്കി മഹത്വീകരിക്കപ്പെട്ട മുറിവുകളാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യ ജീവിതത്തിലേക്ക് അനേകരെ നയിക്കുന്നത്, വിശ്വാസത്തിലേക്ക് അനേകരെ നയിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. അതോടൊപ്പം നാം ഓർമ്മിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവ്. ഉദ്ധിതനായ യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപയാണ്. നമ്മെ ഓരോരുത്തരെയും ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നതും ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതും അപ്പസ്തോലിക ദൗത്യത്തിൽ നമ്മുടെ ജീവിതം ഫലദായകമായി തീരുന്നതും രക്തസാക്ഷിത്വത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. ശിഷ്യത്വത്തിൽ വളർന്ന് രക്തസാക്ഷിത്വത്തിൻ്റെ കൃപയിൽ സാക്ഷ്യജീവിതം പൂർണ്ണമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, അവിടുത്തെ പീഡാനുഭവങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ സഹനങ്ങളെ സമർപ്പിച്ച് രക്ഷണീയമാക്കി ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കാൻ മഹത്വീകരിക്കപ്പെട്ട അടയാളങ്ങളായി മുറിവുകളെ സുഖപ്പെടുത്തി നൽകി ഞങ്ങളെയും സാക്ഷികളാക്കണമേ. ഈ സാക്ഷ്യ ജീവിതത്തിന് രക്തസാക്ഷിത്വത്തോളം എത്തുന്ന ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഞങ്ങളെ എത്തിക്കുന്നതിന് സ്വർഗത്തിൻ്റെ ദാനമായി ഉദ്ധിതനായ യേശുവെ അവിടുന്ന് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ.